അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പെസഹ ആചരിക്കുവാൻ ദൈവപുരുഷനായ മോശയോട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ കൊന്നു. അതിന്റെ രക്തം തങ്ങൾ സമ്മേളിച്ചിരുന്ന ഭവനത്തിന്റെ കട്ടിലക്കാലുകളിൽ തളിച്ചു. എവിടെയെല്ലാം രക്തം തളിക്കപ്പെട്ടുവോ അവിടെയെല്ലാം ദൈവിക സംരക്ഷണം ലഭ്യമായി. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തം ദൈവജനത്തിന് പകർന്നു നൽകുന്ന സംരക്ഷണം എത്രയോ വലുതാണ്. എല്ലാ അടിമത്തത്തിന്റെയും നുകങ്ങൾ ഒടിക്കുന്നതും പാപക്കറകളെ പോക്കുന്നതും പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതും കറയോ കളങ്കമോ ഇല്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. യോഹന്നാൻ 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യ ചരിത്രത്തിൽ അനേകർ രക്തം ചിന്തിയിട്ടുണ്ട്, കുരിശിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ രക്തത്തിന് നമ്മുടെ പാപത്തെ പരിഹരിക്കുക സാധ്യമല്ല. എന്നാൽ യേശുവിന്റെ രക്തത്തിന് നമ്മെ വിടുവിക്കാൻ സാധിക്കും. കാരണം അത് പരിശുദ്ധ രക്തമാണ്. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, യേശു പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനുമാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മെയും ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവ്യബലിയിലും ഇന്നും യേശുനാഥൻ കാൽവരി കുരിശിലെ തിരുരക്തത്താൽ നമ്മ ഓരോരുത്തരെയും കഴുകുന്നു, നിർമ്മലരാക്കുന്നു. ആ നിത്യമായ ഉടമ്പടിയുടെ രക്തം എല്ലാ ആത്മീയ നന്മകളാലും നമ്മെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഇരുണ്ട വേളകളിൽ സേനായിലെ വിശുദ്ധ കാതറിൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, യേശുവിന്റെ രക്തമേ എന്നിൽ ഒഴുകണമേ, എന്നെ ചൂടുപിടിപ്പിക്കണമേ എന്ന്. തിരുരക്തത്തിന്റെ ഈ തിരുനാളിൽ നമ്മെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ രാജാക്കന്മാരുടെ രാജനും നാഥന്മാരുടെ നാഥനുമായ യേശു ക്രിസ്തുവിന് പൂർണ്ണ ഹൃദയത്തോടെ ആരാധനയേകാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളികളെ